നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്കിരട്ടടി ബഹുജന മാർച്ചുമായി കോൺഗ്രസ് കമ്മിറ്റി. എല്ലാ മേഖലകളിലും വൻകിട മുതലാളിമാർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ടു പോകുന്നുവെന്ന് മാർട്ടിൻ ജോർജ്. മാധ്യമപ്രവർത്തകന്റെ വീട്ടുപടിക്കൽ റീത്തുവച്ചു. പരാതിയുമായി ഗ്രാൻഡ്മ ഓൺലൈൻ ന്യൂസ് പ്രവർത്തകൻ ഷൈജു. അന്വേഷണവുമായി പോലീസ്. KEWSA ജില്ലാ സമ്മേളനം ബുധനാഴ്ച. സിവിൽ കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് നടത്തുന്ന വയറിംഗ് ജോലികൾ നിർത്തലാക്കാൻ നടപടി വേണമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇടത് സർക്കാരിന്റെ ധൂർത്തിനും അഴിമതിക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അഴീക്കോട് ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളപട്ടണം മന്ന KCB ഓഫീസിലേക്ക് ചൂട്ടുകത്തിച്ച മാർച്ച് നടത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KCB 40,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. നമുക്കറിയാം, കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ വൈദ്യുതിയിൽ സിംഹഭാഗവും ചെറിയ തുകക്ക് വൈദ്യുത ജല പദ്ധതി മൂലമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അത്തരം പദ്ധതികളില്ലാത്ത വലിയ രൂപത്തിൽ ചെലവഴിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളും 200-250 യൂണിറ്റ് വൈദ്യുതി ഓരോ വീട്ടുകാർക്കും സൗജന്യമായി നൽകുന്ന പദ്ധതി പല സ്ഥലത്തും ജനപ്രിയമായിട്ടുണ്ട്. TK അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ബാലകൃഷ്ണൻ മാസ്റ്റർ, CV സന്തോഷ്, രജിത് നാറാത്ത്, ബിജു ഉമ്മൻ, കല്ലിക്കോടൻ രാജേഷ്, ചന്ദ്രമോഹൻ, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, ഉഷാകുമാരി, K മോഹനൻ, നികേത് നാറാത്ത്, വസന്ത, കേലത, സിന്ധു, പുഷ്പലത, ഉമേഷ് കണിയാങ്കണ്ടി, അനുരൂപ് കുമാർ പൂച്ചാലി, NV പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാഗേഷ് സ്വാഗതവും ഷറഫുദ്ദീൻ കാട്ടാമ്പള്ളി നന്ദിയും രേഖപ്പെടുത്തി. സാധാരണക്കാരുടെ മെക്കിട്ട് കയറുന്ന സമീപനമാണ് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കണ്ണൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനു മുന്നിൽ നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും വൻകിട മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ജനപക്ഷത്തു നിൽക്കുന്നതിന് പകരം അവർക്കെതിരായാണ് ഗവൺമെന്റ് നിലകൊള്ളുന്നത്. സാധാരണക്കാരുടെ മെക്കിട്ടുകയറുന്ന സമീപനമാണ് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ കുത്തക കമ്പനികളിൽ എത്ര പണം ഇലക്ട്രിസിറ്റി രംഗത്ത് അടക്കാനുണ്ട്? ആ പണം എന്തുകൊണ്ട് പിരിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല? അത്തരം പണങ്ങളൊന്നും കുത്തക മുതലാളിമാരുടെ പണമൊന്നും പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. കിട്ടേണ്ട പണം കൃത്യമായി എന്തെങ്കിലുമുള്ളത് തിരിച്ചെടുക്കാൻ സാധിക്കണം. അല്ലാതെ ഇത് സാധാരണ ജനങ്ങളുടെ മേൽ നെക്കെട്ടുകാരുടെ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ECD കൊണ്ടുപോകും. സാധാരണക്കാരുടെ അവസ്ഥ അതാണ്. പക്ഷേ ഇവിടെ മുതലാളിമാരുടെ കമ്പനികളും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിന് ഗവൺമെന്റ് മുൻനിർത്തിയിരിക്കുന്ന സമീപനം. അപ്പോൾ എല്ലാ രംഗത്തും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 10 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് എക്സൈസ് കസ്റ്റഡിയിൽ. തളിപ്പറമ്പ് സ്വദേശി പുതിയപുരയിൽ ജയേഷിനെയാണ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അഷ്റഫ് മലപ്പട്ടവും സംഘവും അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അഷ്റഫ് മലപ്പട്ടവും സംഘവും തളിപ്പറമ്പ് പാലാകുളങ്ങര ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാൾ അറസ്റ്റിലായത്. ജയേഷിന്റെ കൈവശം 10 ലിറ്റർ വിദേശ മദ്യവുമായാണ് ഇയാൾ പിടിയിലായത്. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR വിനീത്, M കലേഷ് എന്നിവരും പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ചക്കരക്കല്ലിലെ ഷൈജുവിന്റെ വീട്ടുവരാന്തയിൽ റീത്ത് വച്ചതായി പരാതി. ചക്കരക്കൽ CI ശ്രീജിത്ത് കൊടേരിയും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. റീത്ത് വെക്കാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.
ഇന്നു പുലർച്ചെ 5 മണിയോടെ ഷൈജു എഴുന്നേറ്റ് വരുമ്പോഴാണ് വീട്ടുവരാന്തയിൽ റീത്ത് വെച്ചതായി കണ്ടെത്തിയത്. ഗ്രാൻഡ്മ കൾച്ചറൽ സെന്റർ സൊസൈറ്റിയും ഗ്രാൻഡ്മ ഓൺലൈൻ ന്യൂസ് ചാനൽ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമാണ് ഷൈജു. രാവിലെ 5 മണിയോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്നും യാതൊരു പ്രകോപനവുമില്ലാത്ത സ്ഥലമാണിതെന്നും ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിയില്ലെന്നും ഷൈജു സ്റ്റേഷനിൽ പരാതി നൽകിയതിൽ പറയുന്നു. രാവിലെ ഒരു 5 മണിയോടുകൂടി വാതിൽ തുറന്ന് പുറത്ത് വീഴുമ്പോഴാണ് ഈ റീത്ത് മുമ്പിൽ വരാന്തി കഥകിന് മുമ്പിലായി വെച്ചിട്ട് കാണുന്നത്. അപ്പോൾ തന്നെ ചക്കരക്കൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും അത് ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥലം സന്ദർശിച്ച് മറ്റു നടപടികൾ കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പരാതിയായിട്ട് ഞാനിപ്പോൾ കൊടുക്കും, സ്റ്റേഷനിൽ കൊടുക്കും. അതൊരു പ്രകോപനമില്ലാത്തൊരു സ്ഥലമാണ്. എന്താണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചക്കരക്കൽ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, SI MC പവനൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി നിരക്ക് ഇരുട്ടടി ബഹുജന മാർച്ചുമായി കോൺഗ്രസ് കമ്മിറ്റി. എല്ലാ മേഖലകളിലും വൻകിട മുതലാളിമാർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ടു പോകുന്നുവെന്ന് മാർട്ടിൻ ജോർജ്. മാധ്യമപ്രവർത്തകന്റെ വീട്ടുപടിക്കൽ റീത്തുവച്ചു. പരാതിയുമായി ഗ്രാൻഡ്മ ഓൺലൈൻ ന്യൂസ് പ്രവർത്തകൻ ഷൈജു. അന്വേഷണവുമായി പോലീസ്. KEWSA ജില്ലാ സമ്മേളനം ബുധനാഴ്ച. സിവിൽ കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് നടത്തുന്ന വയറിംഗ് ജോലികൾ നിർത്തലാക്കാൻ നടപടി വേണമെന്ന് ഭാരവാഹികൾ. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
ഇരട്ടിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം നവംബർ 8 ബുധനാഴ്ച ഇരിക്കൂർ നിലാമുറ്റത്ത് വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 നടക്കുന്ന സമ്മേളനം KEWSA സംസ്ഥാന പ്രസിഡന്റ് T. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. നമ്മൾ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ T. അനിൽകുമാറാണ്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, പ്രകടനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ആദരിക്കൽ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ജില്ലാ പ്രസിഡന്റ് PV രാഗേഷ് അധ്യക്ഷത വഹിക്കും. സിവിൽ കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് നടത്തുന്ന വയറിംഗ് ജോലികൾ നിർത്തലാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ KV രമേശൻ, PV രാഗേഷ്, KR ഗോവിന്ദൻ, ജലാലുദ്ദീൻ, KK മഹേഷ് MP തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് മണ്ഡലം നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം പള്ളിക്കുന്നിൽ സ്ഥാപിച്ച പ്രചരണ ശില്പം മന്ത്രി K. രാധാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു. സുരേന്ദ്രൻ കൂക്കാനമാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് ശില്പമൊരുക്കിയത്. ഭാരതീയ മസ്ദൂർ സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. ദേശീയ സെക്രട്ടറി V. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലാ സമ്മേളനം ഈ സമ്മേളനം 13ാമത്തെ ജില്ലാ സമ്മേളനമാണ്. ഈ മാസം അവസാനം എറണാകുളം ജില്ലാ സമ്മേളനം കഴിയുന്നതോടുകൂടി കേരളത്തിലെ നമ്മുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നടത്താനും പുതിയ തലമുറയെ വാർത്തെടുക്കാനും പുതിയ സംരംഭങ്ങൾ തൊഴിലാളി മേഖലയിൽ വളർത്തിയെടുക്കാനുള്ള വളരെ ഗംഭീരമായ സമ്മേളനങ്ങൾ കേരളത്തിൽ വ്യാപകമായി അസംഖ്യം പ്രവർത്തകർ പങ്കെടുത്തുള്ള സമ്മേളനം മാറി. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നമുക്ക് എനിക്ക് ഉണ്ടായ യാത്ര ചെയ്യുന്നതാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ലോകം ചർച്ച ചെയ്യുന്ന ജില്ലയാണ്, ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്ന ജില്ലയാണ്. സംഘടനാപരമായിട്ട് എല്ലാവരെയും ചർച്ച ചെയ്യുന്ന കണ്ണൂർ ജില്ലയുടെ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും അക്രമകാഴ്ചയും ദേശവിരുദ്ധ പ്രവർത്തനവും എല്ലാം തന്നെ കണ്ണൂർ ജില്ലയിൽ കേരളം ഇന്ത്യയിലെ 748 ജില്ലകളുണ്ട്. 748 ജില്ലകളിൽ മീഡിയകളും പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലും പാർലമെന്റിലും നിയമസഭയിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു ജില്ല കണ്ണൂർ ജില്ലയാണ്. CV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KP സുരേഷ് കുമാർ, PK രാജൻ, P. കൃഷ്ണൻ, PV പുരുഷോത്തമൻ എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അശ്വതി വേണുഗോപാൽ, O. രാകേഷ്, MP രാജീവൻ, MP ചന്ദ്രശേഖരൻ, GK അജിത് തുടങ്ങിയവർ സംബന്ധിച്ചു. മുൻ മന്ത്രിയും CMP നേതാവുമായിരുന്ന MVRന്റെ 9ാം ചരമവാർഷിക ദിനം നവംബർ 9 വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. നവംബർ 9 പയ്യാമ്പലം MVR സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയ്ക്ക് പാട്യം രാജനും MVRന്റെ കുടുംബാംഗങ്ങളും നേതൃത്വം നൽകും. തുടർന്ന് 10 മണിക്ക് ചേംബർ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വളരെ കാലിക പ്രസക്തിയുള്ള വിഷയം തന്നെയാണ് സഹകരണ മേഖല. കേരള നവനിർമ്മിതിയിൽ ഇതിനുള്ള പങ്ക് സംബന്ധിച്ചുള്ള ഒരു സെമിനാറാണ് നടക്കുന്നത് എന്നതോട് തന്നെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വാസവ മിനിസ്റ്ററോടൊപ്പം നമ്മുടെ ബഹുമാനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കരകളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ 8ാമത്തെ പുരസ്കാരമാണ്. 10 മണിക്ക് ചേംബർ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന കേരള നിർമ്മിതിയിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. പാട്യം രാജൻ അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. കരകുളം കൃഷ്ണപിള്ള, MV ജയരാജൻ, MK കണ്ണൻ, MV നികേഷ് കുമാർ, പ്രൊഫസർ E കുഞ്ഞിരാമൻ, ചൂരായി ചന്ദ്രൻ മാസ്റ്റർ, CV രവീന്ദ്രൻ, PV വത്സൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വർഷത്തെ MVR പുരസ്കാരത്തിന് മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി അർഹനായതായും ഭാരവാഹികൾ അറിയിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിക്ക് സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രൊഫസർ E കുഞ്ഞിരാമൻ, CV ശശീന്ദ്രൻ, PV വത്സൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. NCP അജിത് പവാർ പക്ഷം കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. കണ്ണൂർ ജവഹർ ലൈബ്രറി മിനി കോൺഫറൻസ് ഹാളിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇവിടെ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്,
ഈ വരുന്ന 9-ാം തീയതി, നേരത്തെ 2 മാസമാണ് തീരുമാനിച്ച 10-ാം തീയതി ഉണ്ടെങ്കിലും ഇപ്പോൾ 9-ാം തീയതിക്ക് കേസ് മാറ്റിയിരിക്കുന്നു. ഈ 9-ാം തീയതി ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് വരാനിരിക്കുകയാണ്. 53-42 പേരുള്ള ഒരു പാർട്ടിക്കാണോ 10 പേര് മാത്രമുള്ള ഒരാളിപ്പോഴും മാറി വിട്ട് നിൽക്കുകയാണ്. അവർക്കാണോ ഈ കൊടിയും ചിഹ്നവും ലഭിക്കുക? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് അവർ 3 മാസം സമയം ചോദിച്ചു? നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ 1 മാസം സമയം കൊടുത്തുകൊണ്ട് 31-ാം തീയതി നിന്നിട്ട് ഡോക്യുമെന്റ് ഫയൽ ചെയ്യുന്നു. 9-ാം തീയതി അവസാനം തീരുമാനമെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് 9-ാം തീയതി വെച്ചിരിക്കുകയാണ്. 9-ാം തീയതി ആ ഉത്തരവ് വരും, യാതൊരു സംശയമില്ല. നാം ഇന്ന് അജിത് പവാർ നേതൃത്വത്തിലുള്ള പാർട്ടിക്കായിരിക്കും തീർച്ചയായും ഈ ചിഹ്നവും കൂടി കിട്ടുന്നത്. അപ്പോൾ ശശീന്ദ്രനും തോമസ് കെ തോമസും എടുത്തു. ഞങ്ങൾ 3 പേരാണ് മത്സരിച്ചത്. ഞാൻ വിജയിച്ചില്ല, 2 MLA-മാരെ. അവർ ഞാൻ മത്സരിച്ച ചിഹ്നം ക്ലോക്കാണ്. ആ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ NCPയുടെ ഭാഗമായി അവർ തീർച്ചയായും ഈ പാർട്ടിയുടെ ചിഹ്നം കിട്ടുമ്പോൾ ഇതിലൂടെ നിൽക്കേണ്ടവരാണ്. പി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി കുഞ്ഞിക്കണ്ണൻ, പ്രശാന്ത് മുരുക്കോളി, കെ സന്തോഷ്, ജോബിഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കക്കാട് സായി മന്ദിർ റോഡിൽ കോർജൻ UP സ്കൂളിന് സമീപം കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരം പ്രവൃത്തി ചെയ്തത്. കൗൺസിലർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി സമീപത്തെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിടിവീഴും, പിഴ ചുമത്തുമെന്നൊക്കെ പറയുന്നതിനിടയിലും രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം നിർഭരം തുടരുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ 12-ാം ഡിവിഷനിൽ കക്കൂസ് മാലിന്യമാണ് ഈ കഴിഞ്ഞ ദിവസം തള്ളിയത്. താണയിൽ നിന്നും കക്കാട് പോകുന്ന വഴി കോർജൻ UP സ്കൂളിന് സമീപമാണ് ഇത്തരത്തിലുള്ളൊരു ഹീനപ്രവൃത്തി നടത്തിയത്. ഇന്നലെ എനിക്ക് തോന്നുന്നത് 4 മണി സമയത്താണ് രാത്രിയുടെ മറവിൽ ഒരു ടാങ്കർ ഏതാണെന്നോ അറിയില്ല, കണ്ടിട്ടില്ലെങ്കിലും ഒരു കക്കൂസ് മാലിന്യം റോഡിൻ്റെ സൈഡിൽ, ആയിരക്കണക്കിന് ആൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ സൈഡിൽ തുറന്ന് വിട്ടിട്ട് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാത്ത ആരാ ചെയ്തതെങ്കിൽ പോലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഏത് വീട്ടിൽ നിന്നാണോ കൊടുത്ത് അയക്കുന്നു ഈ വേസ്റ്റ്, അവർക്ക് ഒരു 2 ലക്ഷം രൂപയും പിന്നെ ഈ ടാങ്കറുകാർക്ക് ഒരു 5 ലക്ഷം രൂപയും ഫൈൻ അടച്ച് പിന്നെ ഈ റോഡ് സൈഡിൽ സർക്കാരിൻ്റെ പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ യാതൊരു ഫീസും കൊടുക്കാതെ വാഹനം പാർക്ക് ചെയ്ത് അതിൻ്റെ മറവിലാണ് ഇതൊക്കെ നടത്തുന്നത്. പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷൻ എടുക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കാൻ പൊതുസ്ഥലങ്ങൾ കണ്ടെത്തുന്നത്. ഇതിന് സമാനമായ സംഭവമാണ് വളപട്ടണത്ത് 2 മാസം മുൻപ് നടന്നത്. അതിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കൊണ്ടുതന്നെ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. 12-ാം ഡിവിഷനിലെ സായിമഠം റോഡിന് സമീപം, അത് സായിബാബേൻ്റെ നമ്മുടെ ഒരു ഗുരുത്വം എന്ന് വെച്ചാൽ നമുക്കൊരു അമ്പലം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കേൾവിയായിട്ട് ഒരു ക്ഷേത്രമായിട്ട് മാറില്ല. ഈ ക്ഷേത്രത്തിൽ നടയിൽ പോകുമ്പോൾ നമ്മൾ വേസ്റ്റ് മാലിന്യം അത് 2 ഈ ഗ്യാപ്പ് വെച്ചിട്ട് 2 ലോറി പാർക്കിങ്ങിലാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. ഈ 2 ലോറിയുടെ ഗ്യാപ്പിൽ കയറ്റിയിട്ടാണ് ഈ പാക്ക്. അപ്പം നമ്മൾ അറിയുന്നില്ല ഇത് പമ്പ് ചെയ്തിട്ടാണ് മേലെന്നെ ഒഴുക്കി വിട്ടിട്ട് ജനങ്ങൾ, പൊതുജനങ്ങൾ, കുഞ്ഞുമക്കൾ ഇവിടെ പാർക്കിങ്ങിൽ പലവട്ടം നമുക്ക് ഇവിടുന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഒരു പാർക്കിംഗ് വെക്കാൻ പാടില്ല. JCB, ലോറി, പിന്നെ എന്ത് പറയണ്ട എല്ലാ കാര്യവും ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പം കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ പോകാനോ മറ്റു വരാനോ മറ്റു പട്ടിശല്യം, അത് ഈ ഇങ്ങനെ ദുരൂഹത. ഈ ജനങ്ങളെ എത്ര ശുചിത്വം ദസറയോട് കൂടി നമ്മൾ പരിപൂർണ്ണ ശുചിത്വം പാലിച്ചുകൊണ്ട് 9 ദിവസം നടത്തിക്കും ചെയ്ത് സർവേശ്വരം ഉണ്ടാക്കി ചെയ്ത്, പക്ഷെ ജനങ്ങൾ എന്ത് പഠിച്ചിട്ട് പഠിക്കുന്നില്ല. ഒരു കൗൺസിലർ വിചാരിച്ചാലോ ഒരു മേയർ വിചാരിച്ചാലോ ഒരു സമൂഹം ജനങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിക്കോ ഒരാൾക്കോ പറയാൻ പറ്റുന്ന ഇത് അത്രയ്ക്ക് ഒരു നികൃഷ്ട ജീവിയും ചെയ്യാത്ത പണിയാണ് ഇന്ന് ചെയ്തു വെച്ചത്. ഈ പുലർച്ചയ്ക്ക് 4 മണിക്ക് അതേ CCTV-യിൽ കഴിഞ്ഞ് ഈ പിടിച്ചാൽ ഈ ആളെ കൊണ്ട് തന്നെ നമ്മൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കൊണ്ട് ഈ ലോറി ആയാലും ഈ ആരാണ് ചെയ്യിച്ചാലും ചെയ്യിക്കുന്ന ആളും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വലിയ ശിക്ഷാ നടപടി, അതുപോലെ തന്നെ വേണ്ട അനുസരിച്ചുള്ള നല്ല പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള നമ്മൾ വേണ്ട സൗകര്യം ഈ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കൂടി വരണം. രാത്രി പല സാമൂഹ്യ ദ്രോഹികൾ വന്ന് കുടിച്ചിട്ട് കുപ്പിയും കാര്യങ്ങൾ അതുകൂടി ഇട്ടിരിക്കുന്നുണ്ട്. ഈ ലോറിൻ്റെ മറവിൽ പലതും നടക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് ഇവിടെ വെച്ച ലോറി ഈ കോർജൻ സ്കൂളിൻ്റെ അടുത്ത ധനലക്ഷ്മി പോകുന്ന അടുത്തുള്ള പൊതു റോഡിലെ മുഴുവൻ വാഹനം മാറ്റിത്തരണം. അതുമാത്രമല്ല ഇനിയെങ്കിലും ഇങ്ങനെ ഇത്തരം ഒരു ഇതിൽ സമൂഹത്തിന് നമ്മൾ ഒരു വലിച്ചെറിയുന്ന സാധനങ്ങൾ ഈ വേസ്റ്റ് മാലിന്യത്തിൻ്റെ അത്രയ്ക്കുന്ന അപകടം, നിപ്പയും അതും ഇതും പറഞ്ഞ് പല രോഗങ്ങളും മാരക രോഗം ഉണ്ടാക്കുന്നവർക്ക് ഇതെന്താണ് നമ്മൾ സമൂഹം കാട്ടിവെക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന് പിഴ വിളിച്ചിട്ട് ലക്ഷം പിഴ വിളിച്ചിട്ട് ഈ ലോറിയും ഈ കൊടുത്താളും കൊടുപ്പിച്ചാളും ലക്ഷം വാങ്ങുന്ന ആൾ ഇതിന് ഉത്തരവാദിത്തം നമ്മുടെ ഹെൽത്തിലും ആൾക്കാർ അത്ര മേയറടക്കം പറഞ്ഞിട്ട് സർവേ ഇതിലും ഉണ്ടാക്കണം.
ഇപ്പോഴും പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപം തുടരുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് ഇത്തരക്കാരെ കണ്ടെത്താനുള്ള ഒരേയൊരു വഴി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാധ്യമങ്ങൾ യാഥാർത്ഥ്യം മറച്ചുവെച്ച വാർത്തകൾ നൽകുന്നുവെന്ന് കെ സുധാകരൻ MP. ഞായറാഴ്ച ജവഹർ ഹാളിൽ നടന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം 11ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. പഴയകാല മാധ്യമ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലമല്ല ഇപ്പോഴുള്ളത്. യാഥാർത്ഥ്യവും സത്യവും മറച്ചുവെച്ച വസ്തുതാപരമല്ലാത്ത വാർത്തകൾ പോലും ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്നതിന് മടിക്കുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു. ഒരു കാലത്തെ മാധ്യമരംഗത്ത് അതിൻ്റെ അസ്തിത്വം അരക്കിട്ടുറപ്പിക്കാനും അതിൻ്റെ മഹത്വവും അതിൻ്റെ പരിപാലനവും നിലനിർത്താനും അധ്വാനിച്ച് കഷ്ടപ്പെട്ടവരാണ് ഈ യോഗത്തിലിരിക്കുന്നവർ എന്നെനിക്കറിയാം. അംഗീകരിക്കേണ്ടവരാണ്, നിങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്. നിങ്ങളുടെ കാലഘട്ടത്തിലെ പത്രമല്ല ഇന്ന്, നിങ്ങളുടെ കാലഘട്ടത്തിലെ പ്രവർത്തന ശൈലിയല്ല ഇന്ന്, നിങ്ങളുടെ കാലഘട്ടത്തിലെ പത്രത്തിൻ്റെ കാലാവസ്ഥയല്ല ഇന്ന്, മാറി. നിങ്ങൾ അന്നൊരു വാർത്തയെടുക്കാൻ സൈക്കിളിൽ യാത്ര ചെയ്തവരാണ്. നിങ്ങൾ അന്നൊരു വാർത്തയെടുക്കാൻ നടന്നുപോയി വാർത്തയെടുത്തവരാണ്. നിങ്ങളന്ന് കാറെടുത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് വാർത്തയെടുക്കാൻ പോയവരാണ്. ഇന്ന് ആ വാർത്തകൾ എടുത്ത് നിങ്ങൾ തിരിച്ചു വന്ന് അത് പത്രാഫീസിലേക്ക് എത്തുമ്പോഴത്തേക്ക് മണിക്കൂറുകളല്ല, ചിലപ്പോൾ അര ദിവസവും ഒരു ദിവസവും കടന്നു പോകാറുണ്ട്. എന്നാൽ ഇന്ന് മാധ്യമ ലോകം മാറി. നിമിഷങ്ങൾ കൊണ്ട് വാട്സപ്പിലൂടെ വാർത്ത സംഭവ സ്ഥലത്ത് നിന്ന് പത്രാഫീസിലേക്ക് പോവാണ്. അത് പോവാണ് പിന്നീട് പ്രോസസ്സിലേക്ക്. മണിക്കൂർ കൊണ്ട് വാർത്തകൾ പുറത്തു വരികയാണ്. അത്രയേറെ ദ്രുതഗതിയിൽ വാർത്തകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിലെ പത്രപ്രവർത്തകരും നടന്നധ്വാനിച്ച് വിയർത്തൊഴുകി വാർത്ത സംഭരിച്ച് വാർത്ത സമാഹരിച്ച് പത്രമാഫീസിൽ നടന്നു വന്ന് കൊടുത്ത് അത് വാർത്തയാക്കി മാറ്റുമ്പോഴുള്ള പത്രപ്രവർത്തകർ തമ്മിൽ കടലും കടലാഴിയും പോലെ വ്യത്യാസമുണ്ട്. മുൻപ് വാർത്തകൾ തേടി മാധ്യമപ്രവർത്തകർ പോവുകയും അത് പത്രസ്ഥാപനങ്ങളിൽ എത്തിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ന് വാർത്തകൾ കൈക്കുമ്പിളിൽ ലഭിക്കുകയും അത് സംപ്രേഷണം ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം മതിയെന്ന അവസ്ഥയുമാണ് ഉള്ളതെന്ന് കെ സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, KUWJ സംസ്ഥാന സെക്രട്ടറി കിരൺ ബാബു, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ്, KP വിജയകുമാർ, K വിനോദ് ചന്ദ്രൻ, A മാധവൻ, P ഗോപി, M ബാലഗോപാൽ, P മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമരംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ചും മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ, ആശ്രിത പെൻഷൻ എന്നിവ ലഭിക്കാത്തതടക്കമുള്ള വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. കൊത്തുപണിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് തോട്ടട കിഴുന്ന സ്വദേശി പുരുഷു ആചാരി. 35 വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 50ഓളം ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഇതുവരെ കൊത്തുപണിയും ശില്പങ്ങളും തീർത്തിട്ടുണ്ട്. ശില്പങ്ങളിലെ പെയിന്റിങ്ങുകളും പോളിഷും പുരുഷു ആചാരിയുടെ ജ്യേഷ്ഠന്റെ മക്കളും മരുമക്കളും കൂടിയാണ് ചെയ്യുന്നത്. വെറുമൊരു തായ്തടി, വിരിയുന്നതോ അനേകായിരം ശില്പങ്ങൾ, അതിൽ തന്നെ ദേവതകളും ദേവന്മാരും. ചെറുതല്ല ഈ കഴിവ്, അതും നീണ്ട 35 വർഷത്തെ കൊത്തിമിനുക്കലിന്റെ ആകെത്തുക. കണ്ണിനിമ്പമുള്ളതും കണ്ടാൽ കൈയെടുത്തു തൊഴുന്നതുമായ ദേവതകളാണ് പുരുഷു ആചാരി കൊത്തിമിനുക്കി വെച്ചിട്ടുള്ളത്. ഈ കൊത്തുപണികളുണ്ടല്ലോ, ഇതിൻ്റെ മേലെ കാണുന്നത്, ഇതിൻ്റെയൊക്കെ അവിടെ ഗരുഡൻ, ശംഖ്, ചക്രം ഇതൊക്കെ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് അത് പുരുഷാട്ടൻ എന്താ ഇത് ഇങ്ങനെ കൊത്തിവെച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ഇവിടുത്തെ പ്രധാന ദേവൻ വിഷ്ണുവാണല്ലോ. വിഷ്ണുവിൻ്റെ വാഹനവും കൈമേലുള്ള കാര്യങ്ങളെല്ലാം എഴുതി. വിഷ്ണുവിൻ്റെ വാഹനം ഗരുഡൻ, വ്യാളം അതും വാഹനം തന്നെയാണ്. ശംഖ്, ചക്രം, ഗത, പത്മം. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഏകദേശം എത്ര കഴുക്കോലാണുള്ളത്? 40 കഴുക്കോലുണ്ടാവും. ഈ 40 കഴുക്കോലിൻ്റെ അകത്തും ഓരോ നമ്മൾ ഈ കൊത്തി വെച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ ഓരോ അവതാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതെ. ഇത് ഏകദേശം എത്ര സമയം എടുത്ത് പുരുഷോട്ടെ ഇത് ചെയ്യാൻ? ഒരു 2 ദിവസത്തെ പണി ഒരു രൂപം ഉണ്ടാക്കാൻ. അപ്പോൾ ഏകദേശം 40ൻ്റെ അകത്ത് ഏകദേശം പകുതിയോളം രൂപങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവും. അതെ. അപ്പോൾ ഏകദേശം 1, 2, ഒരു 10, 45, 50, 60 2 മാസത്തോളം എടുത്തിട്ടുണ്ടാവും. 2 മാസത്തിലധികം എടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ പെയിന്റിംഗ് ഒക്കെ ആരാ പുരുഷന്റെ? എൻ്റെ മരുമകൻ തന്നെയാണ്. കാരണവരായ അമ്പാടി ഉദയവർമ്മൻ ആചാര്യയിൽ നിന്നാണ് ബാല്യത്തിലെ ഈ കഴിവ് സ്വന്തമാക്കിയത്. 50ഓളം ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഇതുവരെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനം കിഴുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലും കണ്ണങ്ങാട്ട് ഭഗവതിയും രേരമംഗലം ഭഗവതിയെയും കൊത്തിയെടുത്തതാണ്. അതും 11 മാസത്തെ കൈമേയ അധ്വാനത്തിന്റെ ഫലം. ചെയർമാനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം നമുക്ക്. ഈ ക്ഷേത്രം ഇങ്ങനെ റൗണ്ടായിട്ടാണല്ലോ കാണുന്നത്. മിക്ക ക്ഷേത്രങ്ങളും നമ്മൾ സ്ക്വയർ ടൈപ്പിലാണ് കാണുന്നത്. കേരളത്തിൽ അപൂർവമായിട്ട് ഈ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ, വട്ടശ്രീകോവിൽ അപൂർവങ്ങൾ ആണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 250 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ചാല, ഈ നമ്മളെ ഈ കുനിത്തല
ഇല്ലെന്ന് പറഞ്ഞ ഇല്ലുണ്ട് ഇവിടെ. ആ ഇല്ലത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രമാണ് ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അന്ന് മുൻകാലങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ഈ ഇല്ലത്ത് വേദപഠനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഈ സ്ഥലമാണ് ഇത്. അങ്ങനെയാണ് ഈ യാഗശാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചാല എന്ന് വന്ന പേര് അങ്ങനെയാണെന്നൊരു ഐതിഹ്യമുണ്ട്. അതുകൂടാതെ വിഷ്ണുമൂർത്തിയുടെ ശ്രീകോവിൽ കൊത്തുപണികളും നടത്തിയിട്ടുണ്ടെന്നും ക്ഷേത്രത്തിന്റെ പ്രധാന അവകാശികളായ KC ശശിയും ഉത്തമനും സതീശനും പറഞ്ഞു. കീഴുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് സിറ്റി ന്യൂസ് ഇപ്പോഴുള്ളത്. ഇവിടെ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ പണി മുഴുവൻ തീർത്തത് പുരുഷു ആചാര്യാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന അവകാശി ശശിയേട്ടനും മുത്തമേട്ടൻ അതേപോലെ സതീശേട്ടൻ ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പം അവർ ചെറിയ കാര്യങ്ങൾ ആ പുരുഷേട്ടനെ പറ്റി പറയും. ശശിയേട്ട, ഈ ക്ഷേത്രമൊക്കെ എത്ര മാസങ്ങൾ കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്? മെയ് മാസം കുറ്റിയടിച്ചിട്ട് ഡിസംബറിൽ ക്ഷേത്രമായി തന്നിന്. ഏകദേശം 6 മാസം. 6 മാസം കൊണ്ട് 6 മാസം കൊണ്ട് പണിതീർത്ത ഈ ക്ഷേത്രം, അതായത് ക്ഷേത്രത്തിൻ്റെ അഴിക്കൂട്, കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ തന്നെയും ചെറിയ സമയത്തിനുള്ളിലാണ് ഇദ്ദേഹം പണിതീർത്തത്. ഇദ്ദേഹം ശിഷ്യഗണങ്ങളും വളരെയേറെ ശിഷ്യഗണങ്ങളിലൊരു ആചാര്യാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് നമുക്കിപ്പോൾ ഇവിടെയുള്ള പണി മുഴുവൻ തീർത്ത് തന്നിട്ടുള്ളത്. ഉത്തമേട്ടൻ ഇത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ഉത്തമേട്ട, ക്ഷേത്രത്തെക്കുറിച്ച് ഒരു 2 വാക്ക്. പണി കഴിപ്പിച്ചതിന് ഞാൻ ഉള്ള സമയത്ത് തന്നെ ചെയ്തിരുന്നത്. ഇത്ര നല്ല വർക്ക് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രയും പെട്ടെന്ന് തീർത്തിരിക്കുന്ന പണിയൊക്കെ. അതാണ് കാര്യം. കാരണം പുരുഷനെ പോലെ കഴിവുള്ള, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരിക്കാം, പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതേപോലുള്ള കഴിവുള്ളവർ കുറവാണ്. കിഴുന്ന കന്നിരാശി ക്ഷേത്രത്തിൽ നാഗങ്ങളുടെയും തമ്പുരാട്ടിയുടെയും മരത്തിൽ കൊത്തിയെടുത്ത ശില്പങ്ങളുമുണ്ട്. ചാല കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രം, ദ്വിമുഖ ക്ഷേത്രമായ താളിക്കാവ് എന്നിവിടങ്ങളിലും പുരുഷു ആചാര്യയുടെ കൈപ്പട പതിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾ 4-5 ദിവസത്തെ അധ്വാനമാണെങ്കിലും അതിനുള്ള പെയിന്റിങ്ങുകളും മറ്റു മിനുക്കുപണികളും നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളും മരുമക്കളും ചേർന്നാണ്. താളിക്കാവിലെ കൊത്തുപണികളാണ് നമ്മൾ കാണുന്നത്. താളിക്കാവിനുള്ളൊരു പ്രത്യേകത ദ്വിമുഖ ക്ഷേത്രമാണ്. അതായത് വലിയ തമ്പുരാട്ടിയും പുതിയ ഭഗവതിയും. ഈ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണി മുഴുവനായും ചെയ്തത് പുരുഷേട്ടനാണ്. പുരുഷേട്ട, ഈ കൊത്തുപണിയൊക്കെ, അതായത് വലിയ തമ്പുരാട്ടിയുടെ ശില്പം, മേലെ കാണുന്ന ശില്പം, ഇതൊക്കെ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്തതാണ്. പുരുഷേട്ടൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. അനുജനും ഏട്ടൻ്റെ മകനും പിന്നെ കുറച്ച് പേരും ഉണ്ട് പുറത്തുള്ളവർ. പുറത്തുള്ളവരായിട്ടുള്ള കുറച്ച് പേരാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർത്തത്. ഏകദേശം എത്ര മാസങ്ങൾ കൊണ്ട് അതിൻ്റെ പണി തീർത്തത്? ഒരു 6 മാസം. 6 മാസം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ കൊത്തുപണിയും ഈ കൈ അതേപോലെ കിംപുരുഷനെല്ലാം അതെ. അത് ശരി. ഈ ക്ഷേത്രത്തിൽ പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പണികളൊക്കെയും ഞാൻ തന്നെയാണ്. ഈ 6 മാസം എടുക്കുന്നതിലിടക്ക് എത്ര ജോലിക്കാർ ഇവിടെ ജോലി ചെയ്തു? ഈ 6 ദിവസം 6 പേരെ തന്നെ വെച്ചിട്ട് ജോലി ചെയ്തു. ഒരു 100-250 വർഷം പഴക്കമുണ്ടാവില്ലേ? പണ്ട് കാലത്ത് ഇത് ഓലപ്പുരയായിരുന്നു. ഇപ്പാണ് ഇത് ഇതിൽ ചെമ്പടിച്ച് ഇതെല്ലാം ആക്കിയത്. ഇപ്പോൾ ഇത് ഏകദേശം 15 വർഷമായിട്ടുണ്ടാവും അല്ലേ? 15 വർഷമായിട്ടുണ്ടാവും. ഈ ക്ഷേത്രം ഇപ്പോൾ പുതുക്കി പണിതിട്ട് 15 വർഷമായി. അത് ശരി. ഇവിടെ ഈ അരയാൽ ഒരു ഇത്ര പോരുന്ന സാധനം നട്ടാണ്. അത് ഇത്രയും വണ്ണം വന്നു. അപ്പോൾ അതിൻ്റെ അത്ര പഴക്കമുണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഏകദേശം 250 വർഷമൊന്നും മതിയാവില്ല. പുരുഷു ആചാര്യയുടെ കീഴിൽ 10ഓളം പേർ സ്ഥിരമായി ക്ഷേത്രങ്ങളുടെയും അമ്പലങ്ങളുടെയും ജോലിയും ചെയ്യുന്നുണ്ട്. ഏതായാലും ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പണിയും അതായത് പുരുഷേട്ടൻ്റെ ശിഷ്യഗണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇനിയും പുരുഷേട്ടന് മുന്നോട്ടുള്ള പാതയിലും വളരെയധികം ക്ഷേത്രങ്ങളും അമ്പലങ്ങളും എടുക്കാൻ കഴിയട്ടെ എന്നും മാത്രമല്ല, ഏറ്റവും നല്ല കൊത്തുപണികൾക്കും മരത്തിൻ്റെ അകത്ത് ഒരു ചാരുത തീർക്കാനും പുരുഷേട്ടന് കഴിയട്ടെ എന്നും. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 5635 രൂപ, പവന് 45,080 രൂപ, വെള്ളി 78 രൂപ. കാലാവസ്ഥ.
സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാവാൻ സാധ്യതയുണ്ട്. മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി നിരക്ക് ഇരുട്ടടി ബഹുജന മാർച്ചുമായി കോൺഗ്രസ് കമ്മിറ്റി. എല്ലാ മേഖലകളിലും വൻകിട മുതലാളിമാർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ടു പോകുന്നുവെന്ന് മാർട്ടിൻ ജോർജ്. മാധ്യമപ്രവർത്തകന്റെ വീട്ടുപടിക്കൽ റീത്തുവച്ചു. പരാതിയുമായി ഗ്രാൻഡ്മ ഓൺലൈൻ ന്യൂസ് പ്രവർത്തകൻ ഷൈജു. അന്വേഷണവുമായി പോലീസ്. KEWSA ജില്ലാ സമ്മേളനം ബുധനാഴ്ച. സിവിൽ കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് നടത്തുന്ന വയറിംഗ് ജോലികൾ നിർത്തലാക്കാൻ നടപടി വേണമെന്ന് ഭാരവാഹികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.